ലോകത്തെ ഏറ്റവും മാരകമായ കൂട്ടുവിഷങ്ങളിൽ ഒന്നെന്നാണ് ഈ ആവണക്കിൻ്റെ ചണ്ടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു വാതകത്തെ പറയുന്നത്. അതെന്തോ ഒരു വിഷവാതകം പോലെയാണ് റൈസിൻ. അതിന് മണവുമില്ല, നിറവുമില്ല, ആഹാരത്തിലോ വെള്ളത്തിലോ കലർന്നാൽ കണ്ടുപിടിക്കാൻ പോലും കഴിയില്ലെന്നാണ്. ഇത്തരം ഒരു സാധനം തയ്യാറാക്കിക്കൊണ്ട് ഈ ഡോക്ടർ ഗ്യാങ്ങുമായി ബന്ധമുള്ള മറ്റൊരു ഡോക്ടർ വരുന്നു എന്ന് കേൾക്കുന്നല്ലോ. അതായത് ഇത് റൈസിൻ എന്ന് പറയുന്നത് ജൈവായുധം പ്രയോഗിക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യയെ നശിപ്പിക്കാനായിട്ട് ജൈവായുധം ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ച ഒരു ഡോക്ടറെ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ATS അല്ലേ, അതെ, അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഹൈദരാബാദ് സ്വദേശിയാണ്. അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിൽ നിന്നാണ്. ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യദ്, 35 വയസ്സ്, ചൈനയിൽ MBBS പഠിച്ച ആളാണ്. ചൈനയിൽ MBBS പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടാൻ വേറെ പരീക്ഷയൊക്കെ എഴുതി പാസ്സാവുകയൊക്കെ വേണം ഇവിടെ. മനസ്സിലായില്ലേ? ചൈനയിൽ ചെറിയ പൈസക്കല്ലേ അതെ പഠിക്കാൻ പോകുന്നത്. അവിടെ ഈ കാര്യമായിട്ട് ഈ ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പരിപാടിയൊക്കെ ഇല്ലേ, ഇതൊന്നും അവിടെ ഇല്ല എന്നാണ് അവിടെ പഠിച്ചിട്ട് വരുന്ന ആളുകൾ പറയുന്നത്. നമ്മുടെ അതിന് തുല്യമല്ല അത്. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് MBBS പഠിച്ച് വരുന്നവർക്കേ ഇവിടെ ഡോക്ടർമാരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുടെയൊക്കെ എണ്ണമൊക്കെ വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ പരീക്ഷ പിന്നെയും പാസ്സാകണം, അതാണ്. അപ്പോൾ ഇയാൾ ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കാനൊക്കെ സാധ്യത കുറവാണ്. മുഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യദ്, 35 വയസ്സ്, ഹൈദരാബാദ് സ്വദേശിയാണ്. ഇയാൾ നവംബർ 7-ാം തീയതിയാണ് ഗുജറാത്ത് ATS അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളുടെ ഇന്ന് 2 ഗ്ലോക്ക് പിസ്റ്റൾ പിടിച്ചെടുത്തു. ബെറേറ്റ പിസ്റ്റൾ പിടിച്ചെടുത്തു. ബെറേറ്റ എന്ന് കേട്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഗാന്ധിയെ ഗോഡ്സെ കൊന്നത് ബെറേറ്റ തോക്കുകൊണ്ടാണ്. അപ്പോൾ 30 കാർട്രിഡ്ജുകൾ വെടിയുണ്ട നിറയൊഴിക്കാത്തത് പിടിച്ച കൂട്ടത്തിൽ പെടും. 4 ലിറ്റർ ആവണക്കെണ്ണ ഇയാളുടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ പിടിച്ചു. ഇയാളെ പിടിച്ചത് ഗാന്ധിനഗറിലെ അദലാജ് മേഖലയിൽ നിന്നാണ് ഇയാളെ പിടിച്ചത്, ഗുജറാത്തിൽ. അപ്പോൾ ഇയാൾക്ക് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ് ISKP അതിലെ അബു ഖാദിം ആയിട്ട് ബന്ധമുള്ള ആളാണ് ഈ ഡോക്ടർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഡോക്ടർക്ക് മറ്റേ ഫരീദാബാദിലെ ഡോക്ടർ ഗാങ്ങുമായിട്ട് ബന്ധമുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാള് ചില സ്ഥലങ്ങൾ നിരീക്ഷണം ചെയ്തിരുന്നു. എന്താണ് ഇത് പ്രയോഗിക്കാൻ, റൈസിൻ ആവണക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വിഷം റൈസിൻ പ്രയോഗിക്കാവുന്ന സ്ഥലങ്ങൾ. അതിൽ ലക്നൌവിലെ RSS ഓഫീസും ഉണ്ട് ഇയാൾ നിരീക്ഷണം നടത്തിയത്. അതെ. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചന്ത, മറ്റേ ആസാദ്പൂർ മണ്ഡി ഡൽഹിയിലെ, അഹമ്മദാബാദിൽ നരോദ മാർക്കറ്റ്, 2 ചന്തകൾ, പിന്നെ ലക്നൌവിലെ RSS ഓഫീസ്. ഇതാണ് ഇയാൾ പലപ്പോഴും നിരീക്ഷണത്തിൽ വെച്ചിരുന്നതായിട്ട് പോലീസ് ഗുജറാത്ത് ATS കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 4 കിലോ ഇയാളുടെ കയ്യിൽ നിന്ന് ആവണക്ക് ചണ്ടി, അതായത് ആവണക്കെണ്ണ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുമല്ലോ, ഇതിൽ നിന്ന് റൈസിൻ വിഷം ഉൽപ്പാദിപ്പിക്കാം എന്നാണ് ഇയാൾ വിചാരിച്ചിരുന്നത്. റൈസിൻ എന്നുള്ള വിഷം ഉപയോഗിക്കാൻ ഡൽഹി, അഹമ്മദാബാദ് തിരക്കുള്ള ചന്തകൾ നിരീക്ഷിച്ചു ആക്രമണത്തിന്. ഈ വൻ വധശ്രമങ്ങളിൽ ലോകത്തിൽ ഒരിക്കൽ ട്രംപിനെതിരെ പ്രയോഗിക്കാനായിട്ട് ശ്രമിച്ചത് ഈ റൈസിൻ വിഷം ആണ്. ആഗോളമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു വിഷം ആണ്. പല അസാസിനേഷൻ അറ്റംപ്റ്റ്സ്, വധശ്രമങ്ങളിൽ റൈസിൻ നമുക്ക് ചരിത്രത്തിൽ കാണാം. ജൈവ ഭീകരത, അപ്പോൾ ഈ ഡോക്ടർ ഗാങ്ങിലെ ജൈവ ഭീകരതയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് തെളിയുന്നത്. ഗ്രേഡ് B ബയോളജിക്കൽ വെപ്പൺ
ഏജൻ്റായിട്ട് ഈ അമേരിക്കയുടെ US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഇതിനെ റൈസിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രേഡ് B ബയോളജിക്കൽ വെപ്പൺ, ജൈവ ആയുധം ആണ് ഇത്. അതുപോലെ ഇത് ഷെഡ്യൂൾ 1 കെമിക്കൽ വാർഫെയർ ഏജൻ്റായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെമിക്കൽ വാർഫെയർ ഏജൻറ്റ്, രാസായുധം, ജൈവായുധം അതിലൊക്കെ പെടുത്തിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ പരമ്പര ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞൊരു പരമ്പര, അതിൽ നടനായിട്ടുള്ള ബ്രയാൻ കോസ്റ്റൺ വാൾട്ടർ വൈറ്റ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വാൾട്ടർ വൈറ്റ് ആരോൺ പോൾ അവതരിപ്പിക്കുന്ന ജെസ്സി പിങ്മാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് റൈസിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിൻ വിഷം ചേർത്ത സിഗരറ്റാണ് കൊടുക്കുന്നത്. സിഗരറ്റ് വലിച്ചാൽ മതി, തട്ടിപ്പോവും. ഒരു സിഗരറ്റ് കൊടുക്കുന്നതായിട്ടാണ് ഈ ബ്രേക്കിംഗ് ബാഡ് നെറ്റ്ഫ്ലിക്സ് പരമ്പരയിൽ വരുന്നത്. അപ്പോൾ ക്രൈം ബോസ്, മറ്റേ ഇതിലെ ആദ്യ കഥാപാത്രത്തിൻ്റെ വാൾട്ടർ വൈറ്റിൻ്റെ ക്രൈം ബോസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ബോസ് ക്രിമിനൽ, ആ ബോസിനെ കൊന്നതിലുള്ള പ്രതികാരം റൈസിൻ സിഗരറ്റ് കൊണ്ട് വീട്ടാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് എണ്ണ എടുത്ത ശേഷം കിട്ടുന്ന ഉൽപ്പന്നം ആണ് റൈസിൻ, വിഷം. 1888 ജർമ്മൻ ശാസ്ത്രജ്ഞൻ പീറ്റർ ഹെർമൻ സ്റ്റിൽമാർക്ക് ആദ്യം റൈസിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരു ജൈവായുധം എന്നുള്ള നിലയ്ക്ക് ഇത് ആവണക്കിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ടോക്സിക് ഗ്ലൈക്കോപ്രോട്ടീനാണ്, വിഷമുള്ള പ്രോട്ടീനാണ് ഈ വിഷം. സസ്തനുകളിൽ പ്രോട്ടീൻ സിന്തസിസ്, ഈ വിഷം ഭക്ഷണത്തിൽ കഴിച്ചു എന്നിരിക്കട്ടെ, പ്രോട്ടീൻ സിന്തസിസ് അവസാനിക്കും ശരീരത്തിൽ, കോശങ്ങളെ ബാധിക്കുകയാണ്, കോശങ്ങളെ കൊല്ലുന്നു. പ്രോട്ടീൻ സിന്തസിസ് ഇല്ലേ, സംശ്ലേഷണം നടത്തുന്ന കോശങ്ങളെ കൊല്ലും. അത് ദ്രാവകം, പൊടി, ഇതൊക്കെ വായുവിൽ പടർന്നാലും വായു ശ്വസിച്ചിട്ട് ആളുകൾ തട്ടിപ്പോവാം. അപ്പോൾ ഈ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും. അതിന് ശ്രമിച്ച ഒരു ഡോക്ടറെ പോലീസ് സംഘം പിടിച്ചു കഴിഞ്ഞു. പിന്നെ എവിടെയാണ് ഈ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയുന്നത്? ഈ ആക്രമണം ഇവിടെ നടക്കുമായിരുന്നു വലിയ ചന്തകളിൽ. അപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ഇൻഹെയിൽ ചെയ്തിട്ട് റൈസിൻ ശ്വസിച്ച ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പനി, ചുമ, നെഞ്ചരിച്ചിൽ, ഓക്കാനം, പിന്നെ ശ്വാസതടസ്സം വന്ന് മരിക്കുക. ശ്വാസകോശത്തിൽ ഈ ദ്രാവകം എത്തും. തൊലി ചില സമയത്ത് നീലയാവും. ശരീരത്തിൽ നിന്ന് ദ്രവനഷ്ടം ഉണ്ടാവും ഇല്ലേ? അതെ. മൂത്രത്തിൽ രക്തം കാണും. കരള്, വൃക്ക തകരാറിലാവും. റൈസിന് ക്യൂറില്ല, ചികിത്സയില്ല, മരണം തന്നെ ഫലം ഉള്ളൂ. ഇനി ഇതിൻ്റെ പല ആളുകളെയും കൊല്ലാൻ ശ്രമിച്ച ചരിത്രം പറഞ്ഞില്ലേ? 1978 ലണ്ടനിൽ ബൾഗേറിയയിൽ നിന്നുള്ള വിമതൻ ജോർജി മാർക്കോവിന് അയാളുടെ കാലിൽ റൈസിൻ ചേർത്ത ചെറിയ കൊട കൊണ്ട് കാലിൽ കുത്തി. അങ്ങനെ റൈസിൻ കൊണ്ട് ഈ ബൾഗേറിയൻ വിമതനെ ലണ്ടനിൽ അങ്ങനെയാണ് അത്. CIA ഏജൻറ്റ് ബോറിസ് കൊർസാക്ക് 1981 KGB റൈസിൻ പ്രയോഗിച്ച് കൊല്ലാൻ നോക്കി. പക്ഷെ രക്ഷപ്പെട്ടു. CIA ഏജൻറ്റ് രക്ഷപ്പെട്ടു. ഒബാമയ്ക്ക് ഒരാൾ റൈസിൻ കൊണ്ട് കത്തെഴുതി. ഇത് ഒബാമ വായിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോവും എന്ന് വിചാരിച്ചിട്ട്. എവററ്റ് ഡുഷ്കെ
ആണ് ഇത് ചെയ്തത്. ഈ എവററ്റ് ഡുസ്കെ, കാരണം ഈ കത്തുകളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് FBI-യോ CIA-യോ വെറ്റിയില്ലേ, പിടിക്കില്ലേ. അങ്ങനെ എവററ്റ് ഡുസ്കെ ഒബാമയ്ക്ക് റൈസിൻ കത്തയച്ച ആളെ 2014 25 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ ജയിലിലാണ്. ട്രംപിന് റൈസിൻ കൊടുക്കാൻ 2020 പാസ്കേൽ സെസിൽ വെറോണിക് ടെറിയർ എന്ന് പറഞ്ഞ കഥാപാത്രം, ഈ കാനഡ ഫ്രാൻസ് പൗരത്വം ഉള്ളവർ ശ്രമിച്ചു. 22 വർഷത്തെ തടവ് ശിക്ഷ ആണ് വിധിച്ചത്. ജയിലിലാണ്. ഇപ്പോൾ റൈസിൻ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ചാരന്മാരും ഇത്തരം ഏജൻസികളും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതാണൊരു ഡോക്ടർ, ജിഹാദി ഡോക്ടർ ഇന്ത്യയിൽ പ്രയോഗിക്കാനായിട്ട് ഈ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഈ ജിഹാദി സംഘടനകൾ, പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇന്ത്യയിൽ പലതരം പ്രവർത്തനങ്ങൾ, നിഴൽ യുദ്ധങ്ങൾ, ജൈവ രാസായുധങ്ങൾ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഈ സ്ഫോടകങ്ങളെക്കാൾ ഭീകരമായ ജൈവായുധങ്ങൾ പ്രയോഗിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.